എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അതിനായിട്ട് വേണ്ട ഞാനിവിടെ ഒരു 3/4 കിലോ ഉള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, വിനാഗിരി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിനകത്തുനിന്ന് എടുത്താണ് അത് വെളിയിൽ വെച്ചിരിക്കുവാണ്. അതിന് ശേഷം ഒരു 5-6 കശുവണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട്. പിന്നെ നമ്മളൊരു 2 സവോള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതേ രീതിയിൽ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലോട്ട് ഒരു 15 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം, ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയില മതി. മല്ലിയിലയുടെ 1/4 ഭാഗം മതി പുതിനയില, ഒത്തിരി പുതിനയില വേണ്ട. അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു 3 സവോള നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ കശുവണ്ടി മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് വേണ്ട ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് നമ്മുടെ സവോള ഫ്രൈ ചെയ്തെടുക്കണം, അതുപോലെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേണ്ട കശുവണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതേ രീതിയിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ സവോളയാണ്. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ നെയ്യ് നമുക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നെയ്യുടെ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ സവോളയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കശുവണ്ടിയൊക്കെ ഫ്രൈ ചെയ്തതിനും കിട്ടുവേ. അപ്പോൾ നമ്മുടെ സവോള ഇട്ട് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഗോൾഡൻ കളറാകും. ഒത്തിരി നന്നായിട്ട് ഗോൾഡൻ കളറാണ്ട് പെട്ടെന്ന് കരിഞ്ഞു ഇരിക്കുമ്പോൾ തന്നെ ഒരു മൂപ്പും കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് കോരാനായിട്ട്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഇതേ രീതിയിൽ വേണം നമുക്കിത് കോരിയെടുക്കാനായിട്ട്. അത് കോരിയെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുവാണേ. ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ആകണ്ട, ഒരു മീഡിയം ഒരു 1/4 ഭാഗത്തോളം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഒത്തിരി ഡ്രൈ ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ അരി എടുക്കുവാണ്. ഒരു 3 കപ്പ് അരി എടുക്കുന്നുണ്ട് 250 ml കപ്പിൽ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ ഒരു കുറച്ച് നേരം ഇട്ട് വെക്കണം. അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിസ്മിസും അതുപോലെ തന്നെ ചിക്കനും എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയുടെ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് മൊത്തം എടുക്കുന്നില്ല, കുറച്ച് പകുതി എടുക്കുന്നുള്ളൂ. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ, ഫ്രൈ അല്ല ഒത്തിരി ഫ്രൈ ആവണ്ട, ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ആവിക്കിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഇതേ പരുവമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് മൂത്ത് വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു മൂത്ത മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ എണ്ണയ്ക്കകത്തും മസാലയ്ക്കകത്തും ഇട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ല മൂത്ത മണം വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒരു 5-10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കണം. അതിന് ശേഷം വേണ്ട തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് പുളിയില്ലാത്ത തൈരാണേ. അപ്പോൾ അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സവോളയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും കുറച്ച് മുന്തിരി ഫ്രൈ ചെയ്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് കൊടുത്താൽ മതിയേ. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മുടെ കാഷ്നട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാഷ്നട്ട് അരയ്ക്കുമ്പോൾ നമ്മുടെ ഗ്രേവി പെട്ടെന്ന് തിക്കായി പോവും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്കകത്തിരുന്ന് കുറേ നേരം നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് വെന്ത് സോഫ്റ്റായി വരണം. അതുപോലെ തന്നെ ഈ ടേസ്റ്റെല്ലാം ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ഗ്രേവിയിലേക്ക് ഒന്നാകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മുടെ ഗ്രേവി ഇപ്പം തന്നെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചൊന്ന് വേവിച്ചും കൂടെ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് നമുക്ക് ഒരു മീഡിയം തീയിലൊന്ന് നമുക്കതൊന്ന് വറ്റിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം അടുപ്പിലേക്ക് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ അരി ഇട്ട് വെക്കാനായിട്ട്. അതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, 2-3 ഏലക്ക, പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഉപ്പുപൊടി, പിന്നെ 1 ടീസ്പൂണോളം നമ്മുടെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ അരി കഴുകി ഞാൻ വാരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് അതിനകത്തോട്ട് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അരി ഒരു 1/4 ഭാഗത്തിൽ കുറച്ചുകൂടെ വേണം. ഒരു 90% വെന്ത് വന്നതിന് ശേഷം ഒരു 10% ബാക്കി മതി. ആ സമയത്ത് നമുക്ക് ദമ്മിട്ടത് വേവിക്കാനായിട്ടാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് വേണ്ട നമ്മുടെ ഒരു ഫ്രൈയിങ് പാനിൻ്റെ പുറത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത് ദമ്മിടാനായിട്ട്. ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഒരു 2-3 കഷ്ണം കൂടെ ഞാൻ കോരി മാറ്റുന്നുണ്ട്. അത് നമുക്ക് ദമ്മിടുമ്പം 2 ഇതായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടാണ് വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെക്കുന്നത്. അപ്പം ആദ്യത്തേത് കുറച്ചൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തി കൊടുക്കണം. നിരത്തി കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ ഗരം മസാല പൊടിച്ചില്ലേ, അത് പൊടിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കിസ്മിസും അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഗ്രേവിയും കഷ്ണം എല്ലാം കൂടെ ഇല്ലേ, അതും കൂടെ നമുക്കിതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചോറിന് എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ചോറൂടെ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മല്ലിയിലയും അതുപോലെ തന്നെ നമ്മുടെ നെയ്യും ഗരം മസാലപ്പൊടിയും പിന്നെ ബാക്കിയുള്ള കിസ്മിസും സവോള ഫ്രൈ ചെയ്തതും എല്ലാം കൂടെ ഇതേപോലെ ഒന്നുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കണം. ചെറുതീയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ പാൻ്റെ പുറത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതേ രീതിയിൽ നമ്മുടെ
ബിരിയാണി സെറ്റ് ചെയ്ത് നമ്മൾ ദം ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കാണിക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ട് നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ തേണ്ട ചോറൊക്കെ ഒന്നേലൊന്ന് തൊടാതെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതേ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെളിയിൽ നിന്ന് വെക്കുന്ന ബിരിയാണിക്കകത്ത് എന്തെങ്കിലും സാധനങ്ങളാണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് വിളമ്പിയെടുക്കാം. അപ്പം നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ അടിപൊളി ബിരിയാണി വിളമ്പിയെടുക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.